ചിദംബരം സംവിധാനം ചെയ്ത് ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ബാലൻ ദി ബോയ് കണ്ട പ്രേക്ഷകരുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ടാകും. എന്തിനാണ് ആ അമ്മയും മകനും ഒരിടത്ത് സ്ഥിരമായി താമസിക്കാതെ ഓരോ നാട്ടിലും ഓരോ പുതിയ പേരുകളുമായി ജീവിക്കുന്നത്? പോലീസിനെയോ പഴയ ജീവിതത്തെയോ പേടിച്ചാണെങ്കിൽ ആരുമറിയാത്ത ഒരു നാട്ടിൽ പോയി ഒരു പുതിയ ജീവിതം തുടങ്ങിയാൽ പോരായിരുന്നോ? പിന്നെ സിനിമ അവസാനിക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത ഏറ്റവും വലിയ ചോദ്യം, സിനിമയിൽ കാണിക്കുന്ന ബാലന്റെ അമ്മ യഥാർത്ഥത്തിൽ ബാലന്റെ അമ്മ തന്നെയാണോ? സർവൈവൽ ത്രില്ലർ എന്ന ഒറ്റ ലേബലിൽ ഒതുക്കാൻ പറ്റാത്ത സിനിമയാണ് ബാലൻ. ഭയം, ട്രോമ, സ്നേഹം, മനുഷ്യന്റെ മനസ്സിന്റെ സങ്കീർണതകൾ, ഇതെല്ലാം ചേർന്നൊരു സിനിമ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഡീറ്റെയിൽസ്, സിംബോളിസങ്ങൾ, ഒപ്പം 88 വർഷം പഴക്കമുള്ള മലയാളത്തിലെ പഴയ ബാലൻ സിനിമയുമായുള്ള അതിശയകരമായ ബന്ധവുമാണ്. എല്ലാവർക്കും നിയോൺ ഫ്രെയിംസിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ അമ്മയും മകനും ഒരു ചെറിയ ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അധികം ആളുകൾ വരാത്ത ആ കടയിൽ ഇവർ വന്നതിന് ശേഷം കച്ചവടം മെച്ചപ്പെടുന്നതും കാണാം. കടയുടമ മേശവലിപ്പ് തുറക്കുമ്പോൾ പണത്തിനിടയിൽ പുതിയ 50 രൂപ നോട്ടും ഒരു നിമിഷം കാണിക്കുന്നുണ്ട്. അതിന് പിന്നാലെ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇനി കടയിൽ കിടക്കണ്ട, എൻ്റെ വീട്ടിലേക്ക് പോരൂ, മകളെ പോലെയും കൊച്ചുമകനെ പോലെയും നോക്കാം. ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ ബാലന്റെ അമ്മ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് താമസിക്കാൻ ഇടം കിട്ടാത്തത് കൊണ്ടല്ല. പ്രശ്നം പക്ഷെ മറ്റൊന്നാണ്. തനിക്കും ബാലനും ഇടയിലേക്ക് വൈകാരികമായി അടുക്കുന്ന മൂന്നാമതൊരാൾ ജീവിതത്തിൽ കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരാൾ വന്നാൽ വീണ്ടും തനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയമാണ് അവളെ നിയന്ത്രിക്കുന്നത്. ഇവിടെ സിനിമ കാണിച്ചു തരുന്നത് CTPSDയുമായി സാമ്യമുള്ള ട്രോമ പ്രതികരണങ്ങളും ഹൈപ്പർ വിജിലൻസ് പോലുള്ള അവസ്ഥകളുമാണ്. വർഷങ്ങളോളം അനുഭവിച്ച പീഡനങ്ങൾക്ക് ശേഷം ലോകത്തെ മുഴുവൻ അപകടകരമായ ഇടമായി കാണുന്ന മനോനിലയാണ്. അതുകൊണ്ടാണ് ഒരിടത്തും വേരുറയ്ക്കാതെ അവർ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. കഥയുടെ ടൈം ലൈനിലും ഒരു രസകരമായ കാര്യമുണ്ട്. ജയിൽ വിട്ടിറങ്ങുന്ന ബാലന്റെ അമ്മയ്ക്ക് ശമ്പളം കൊടുക്കുന്ന രംഗത്തിൽ പഴയ 1000 രൂപ നോട്ട് കാണാം. അതായത് കഥ 2016 നവംബറിന് മുമ്പാണ് ആരംഭിക്കുന്നത് എന്ന സൂചന. എന്നാൽ അതിന് തൊട്ടടുത്ത രംഗത്തിൽ തന്നെ അവർ ചായക്കടയിൽ എത്തിയ രംഗത്തിൽ ആ മേശവലിപ്പ് തുറക്കുമ്പോൾ അതിൽ പുതിയ 50 രൂപ നോട്ട് കാണിക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരിക്കാനാണ് സാധ്യത. ഇതുപോലെ മറ്റൊരു ചെറിയ കണ്ടിന്യൂറ്റി ഇഷ്യൂവും സെക്കൻഡ് ഹാഫിലുണ്ട്. ബാലൻ അബ്ബയുടെ അടുത്തെത്തുന്നത് 2016-17 കാലഘട്ടത്തിലാണ്. പക്ഷെ അടുത്ത ദിവസം അബ്ബ ധരിച്ചിരിക്കുന്ന AI ഹിലാൽ ജേഴ്സിയിൽ സാവി ഗെയിംസ് ഗ്രൂപ്പ് സ്പോൺസർ ലോഗോ കാണാം. ആ സ്പോൺസർ 2023 ശേഷമാണ് വന്നത്. അതുകൊണ്ട് കഥയുടെ കാലഘട്ടവുമായി ഈ ജേഴ്സി പൊരുത്തപ്പെടുന്നില്ല. അതും ഒരു കണ്ടിന്യൂറ്റി ഇഷ്യൂ ആയിരിക്കാം. ക്ലൈമാക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മറ്റൊരു കാര്യം അബ്ബാസിന്റെ ഫേറ്റ് ആണ്. പോലീസ് പിടിച്ച ശേഷം അയാൾ ജയിലിലായോ അതോ രക്ഷപ്പെട്ടോ? സിനിമ ഇതിന് വ്യക്തമായ ഉത്തരം പറയുന്നില്ല. പക്ഷേ ഒരു ചെറിയ ക്ലൂ സംവിധായകൻ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ചെറുപ്പത്തിൽ ചെറിയ കമ്പി ഉപയോഗിച്ച് പൂട്ട് തുറക്കാൻ അബ്ബാസ് ബാലനെ പഠിപ്പിക്കുന്നുണ്ട്. അവസാന രംഗത്തിൽ പോലീസുകാരൻ അബ്ബാസിന് വിലങ്ങിടുന്നു. ശേഷം താക്കോൽ തന്റെ വലത് പോക്കറ്റിൽ ഇടുന്നു. അതിനുശേഷം ബാലൻ ഓടി വന്ന് അബ്ബാസിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതേ പോക്കറ്റിലേക്കാണ്. പിന്നെ പോലീസുകാരന്റെ വലതുവശത്ത് ശക്തമായി ഇടിക്കുകയും ചെയ്യുന്നു. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ആ നിമിഷം ബാലൻ താക്കോൽ അബ്ബാസിന്റെ കയ്യിലേക്ക് എത്തിച്ചോ എന്ന് സംശയം തോന്നും. സിനിമ ഇത് വ്യക്തമായി കാണിക്കുന്നില്ല. പക്ഷേ അബ്ബാസ് പിന്നീട് വിലങ്ങഴിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത സംവിധായകൻ സൂചിപ്പിച്ചതാകാം എന്നൊരു തിയറി പലർക്കും തോന്നുന്നുമുണ്ട്. ഇനി ഒരു സിംബോളിസം. ബാലനും അമ്മയും വേർപിരിയുന്ന ദിവസം ഓഗസ്റ്റ് 15, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം. അതേ ദിവസം തന്നെയാണ് ബാലനും വർഷങ്ങളായി ഭയവും നിയന്ത്രണവും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഇത് സംവിധായകൻ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എങ്കിലും സിനിമയെ വായിക്കുമ്പോൾ വളരെ ശക്തമായ സിംബോളിസമായി ഇത് തോന്നുന്നുണ്ട്. പ്രണയമാണ് ജീവിതം തകർത്തതെന്ന് വിശ്വസിക്കുന്ന ബാലന്റെ അമ്മ തുടക്കത്തിൽ ബസ്സിലിരുന്ന് ഒരു ലവ് സിംബൽ കാണുമ്പോൾ മുഖം തിരിക്കുന്നു. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം സുരക്ഷിതമായി ജീവിക്കാമെന്ന് കരുതുന്ന സമയത്ത് അതേ ലവ് സിംബലുള്ള കമ്മലാണ് അവൾ തിരഞ്ഞെടുക്കുന്നത്. വിധിയുടെ ക്രൂരത പോലെ അത് കാതിലിട്ട തൊട്ടടുത്ത നിമിഷമാണ് ഷംന എന്ന ക്യാരക്ടർ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. ഇതിൽ മറ്റൊരു വിഷ്വൽ ഡീറ്റെയിൽ കൂടിയുണ്ട്.
അമ്മാമ്മയോട് പഴയ കാമുകനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ അവനെ ഒരു രാക്ഷസനായി ചിത്രീകരിക്കുന്നു. അപ്പോൾ പിന്നിൽ കാണുന്നത് സിംഹത്തിന്റെ വായയും അതിനു മുന്നിൽ പേടിച്ചോടുന്ന മാനിന്റെയും ശില്പങ്ങളാണ്. ഒരു ഡയലോഗ് പോലും പറയാതെ കഥാപാത്രത്തിന്റെ മനോനില വിഷ്വലായി പറഞ്ഞു തരുന്ന ചെറിയ ഡീറ്റെയിലിംഗ് ആണിത്. ഇനി ഏറ്റവും രസകരമായ കണക്ഷൻ എന്തെന്ന് വെച്ചാൽ 1938 പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രത്തിന്റെ പേരും ബാലൻ എന്നായിരുന്നു. ആ സിനിമയിൽ അനാഥരായ കുട്ടികളും ക്രൂരയായ രണ്ടാനമ്മയുമായിരുന്നു കഥയുടെ കേന്ദ്രം. 88 വർഷങ്ങൾക്ക് ശേഷം വന്ന പുതിയ ബാലൻ ആ ക്ലീഷെ പൂർണ്ണമായി മറിച്ചിടുന്നു. ഇവിടെ അമ്മ വില്ലനല്ല, നായികയുമല്ല. സ്നേഹത്തിന്റെ പേരിൽ സ്വന്തം മകനെ ലോകത്തിൽ നിന്ന് വേർപെടുത്തുന്ന, ശരിയും തെറ്റും തമ്മിലുള്ള അതിർത്തിയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണിത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ അവസാനിച്ചിട്ടും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. അവസാനം ഒരു ചോദ്യം കൂടിയുണ്ട്. ബാലന്റെ അമ്മ സ്വന്തം അമ്മ തന്നെയാണോ? സിനിമ അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. അതുകൊണ്ട് പലരും വിവിധ തിയറീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവൾ ജയിലിൽ വെച്ച് പ്രസവിച്ച സ്വന്തം മകനായിരിക്കാം, അല്ലെങ്കിൽ അവനെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ സ്വന്തമാക്കിയതായിരിക്കാം. ഉത്തരവൊന്നും സംവിധായകൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമ അവസാനിച്ചിട്ടും പ്രേക്ഷകന്റെ ചിന്ത അവസാനിക്കുന്നില്ല. അതാണ് ബാലൻ ദ ബോയ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഈ സിനിമയുടെ ഡീറ്റെയിലിംഗ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.